ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TVS റൈഡർ 125ൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. ഈ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എൻ്റെ ഒരു ഫേവറേറ്റ് കളർ തന്നെയാണ്. ഒരു 1 വീക്കായിട്ട് ഞാൻ ഈ വണ്ടി ഓടിച്ച് നടക്കുന്നുണ്ട്. നല്ല ഒരു സിറ്റി റൈഡ് കംഫോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു DRL അതിൻ്റെ ഒരു ഐക്കോണിക് ഡിസൈൻ തന്നെയാണ്. പിന്നെ ഈ ഒരു കുതിരയുടെ സിമ്പൽ, പിന്നെ റൈഡറിന് എഴുതിയേക്കുന്നത്, ഇതൊക്കെ ഒരു നല്ലൊരു ലുക്ക് ഈ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു വണ്ടിയാണ്, പക്ഷേ നമുക്ക് ഓടിക്കുമ്പോൾ ആ ചെറിയ വണ്ടി എന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇതിന് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഒരു ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ്. ഒരു സിങ്കർണൈസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് കണ്ടില്ലേ, ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലിവർ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിന് വന്നിരിക്കുന്നത് 125cc എഞ്ചിനാണ്, 3 വാൽവ് എഞ്ചിനാണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 60 ആക്സിലറേഷൻ ഇൻ 5.9 സെക്കൻഡ്സ് ആണ്. നല്ലൊരു ഹൈ ടോർക്ക് ഉണ്ട്. 11.2 ന്യൂട്ടൺ മീറ്റർ അറ്റ് 6000 RPM ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത്. ഇപ്പോൾ ശരിക്കും ഇതിന് 2 മോഡ് വരുന്നുണ്ട്. ഒന്ന് ഈക്കോ മോഡ്, അതുപോലെ തന്നെ ഒരു പവർ മോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. പവർ മോഡ് വരുമ്പോൾ ഒരു ഓറഞ്ച് ഒരു തീമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈക്കോ മോഡ് വരുമ്പോഴത്തേക്കും ഈ ഒരു കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. 5 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഗിയർ ഇൻഡിക്കേഷൻ കാണാം. അതുപോലെ ഇവിടെ നമുക്ക് ട്രിപ്പ് A, ട്രിപ്പ് B, റേഞ്ച്, ഈ അടിച്ചിരിക്കുന്ന ഫ്യൂവലിൽ എത്ര കിലോമീറ്റർ ഇനി ഓടും എന്നുള്ള കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ആവറേജ് മൈലേജ് കാണിക്കുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന 52 ആണ്. പക്ഷേ അതിന് മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട്, ഓടോ കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് റൈഡർ 125ന് TVS കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ബാക്കിൽ വന്നിരിക്കുന്ന മോണോഷോക്കാണ്. മോണോഷോക്ക് വിത്ത് പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്പ്ലിറ്റ് സീറ്റ് മോഡലാണിത്. ഇത് ശരിക്കും 4 വേരിയൻറ്റിലാണ് വരുന്നത്. സിംഗിൾ സീറ്റ്, സ്പ്ലിറ്റ് സീറ്റ്, സൂപ്പർ സ്ക്വാഡ് എഡിഷൻ, പിന്നെ സ്മാർട്ട് എക്സ് കണക്റ്റ് എന്ന് പറയുന്ന വേരിയൻറ്റ്. ഇത് സ്മാർട്ട് എക്സ് കണക്റ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്ഷോറൂം പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 123 കിലോഗ്രാമാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. റൈഡർ 125ൻ്റെ സീറ്റ് ഹൈറ്റ് വന്നിരിക്കുന്നത് 780 മില്ലിമീറ്ററാണ്. ഞാനൊരു 5'10" ഹൈറ്റുള്ള ഒരാളാണ്. എനിക്ക് ശരിക്കും ഒരു പ്ലാന്റഡ് ഫൂട്ടാണ്. കാല് രണ്ടും നല്ല രീതിയിൽ നിലത്ത് ഉറച്ച് തന്നെയാണ് ഇരിക്കുന്നത്. വളരെ കംഫർട്ടബിളാണ്. ചെറിയ വണ്ടി എന്നുള്ളൊരു ഫീല് നമുക്ക് കാണാനുണ്ടെങ്കിലും ഓടിക്കുമ്പം ആ ഒരു ചെറിയ വണ്ടി എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നേ ഇല്ല. ഓവറോൾ നമുക്കൊരു സ്പോർട്ടി ലുക്കാണ് ഇതിന് വരുന്നത്. 5 കളർ വേരിയൻറ്റിലാണ് റൈഡർ 125 വരുന്നത്. ബ്രിക്കറ്റ് ബ്ലാക്ക്, സ്ട്രൈക്കിംഗ് റെഡ്, ഫെയറി യെല്ലോ, അതാണ് ഈ കളറ്, ബ്ലേസിംഗ് ബ്ലൂ, ഫോസ ബ്ലൂ, പിന്നെ 2 സ്പെഷ്യൽ എഡിഷൻസ് വരുന്നുണ്ട്, അയൺമാനും ബ്ലാക്ക് പാൻഡറും. അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതായത് യങ്സ്റ്റേഴ്സിനും എടുക്കാം, അതുപോലെ എന്താ പറയുക, ഏജ് കൂടിയുള്ള ആൾക്കാർക്കും കുറവുള്ള ആൾക്കാർക്കും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ കമ്പനി അതിൻ്റെ കളർ വേരിയൻസ് കൊടുത്തിട്ടുണ്ട്. TFT ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ 99 കണക്റ്റഡ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്മാർട്ട് നാവിഗേഷൻ അസിസ്റ്റ്, വോയിസ് അസിസ്റ്റൻസ്, സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ, ന്യൂസ്, ഇതെല്ലാം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നമ്മൾ ബ്ലൂടൂത്തായിട്ട് നമ്മൾ അതിൻ്റെ ആപ്പുമായിട്ട് പെയർ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ സ്പ്ലിറ്റ് സീറ്റിൽ അടിയിലൊരു സ്റ്റോറേജ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ തന്നെ പേപ്പേഴ്സും പിന്നെ ഒരു മൊബൈലും ഒക്കെ ഇടാൻ പറ്റും. അത് ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. ബാക്കിൽ വന്നിരിക്കുന്നത് ചെറിയൊരു ബാക്ക് ലൈറ്റാണ്, അതുപോലെ നോർമൽ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സാണ്. മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു സ്പോർട്ടി ലുക്കൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ നല്ലൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ എഞ്ചിൻ്റെ ബെറ്റർ കൂളിങ്ങിന് വേണ്ടി ഈ സൈഡിലൊക്കെ ഇവർ ഫിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ പാസേജ് കൂടുതൽ, എയർ ഉള്ളിലേക്ക് പാസ്സായിട്ട് അതിൻ്റെ എൻജിൻ കൂളായിട്ടിരിക്കും. അത് എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇവിടെ നമുക്കൊരു USB ചാർജിങ് പോർട്ട് കാണാൻ പറ്റും. സിറ്റിയിലൊക്കെ ഓടിക്കാൻ വളരെ കംഫർട്ടബിളാണ്. ഇപ്പം ഞാൻ എക്കോ മോഡിലിട്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മോഡ് ഈ ഒരു സ്വിച്ചിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും.
എക്കോ മോഡിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 60 km/ലിറ്റർ മൈലേജാണ് കമ്പനി പറയുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് അതിലും കൂടുതൽ മൈലേജ് കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ മൈലേജ് ടെസ്റ്റ് വീഡിയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ അടിച്ച പെട്രോൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 70 km മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ഫ്ലിക്കബിൾ ആണ്. ഏത് ട്രാഫിക്ക് വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്ത് മുന്നോട്ട് കയറാൻ പറ്റും. പിന്നെ ഭയങ്കര നിമ്പിളാണ്. നമുക്കിപ്പോൾ എന്താ പറയുക, ഞാനൊരു അത്യാവശ്യം സൈസുള്ള ഒരാളാണ്. ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നൊരു ഫീലൊന്നും കിട്ടുന്നില്ല. സിറ്റിയിലൂടെ ഒക്കെ ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈക്കോ മോഡും അതുപോലെ അഗ്രസീവായിട്ട് ഓടിച്ചു പോകണമെങ്കിൽ ഈ സ്വിച്ച് നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ മോഡും വരുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ആ ചേഞ്ച് കാണാൻ പറ്റും. ഒരു ഓറഞ്ച് തീമിലൊക്കെയാണ് വരുന്നത്. നമുക്ക് ആ പവറിലും നല്ല ചേഞ്ച് ഉണ്ട്. റൈഡർ 125ൻ്റെ ഇക്കോ മോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 5-6 കിലോമീറ്റർ കൂടുതൽ മൈലേജ് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പം നമ്മൾ കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 90% നമ്മൾ സിറ്റിയാണ് ഓടിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കറക്റ്റ് മൈലേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഏകദേശം നമ്മൾ ഫില്ല് ചെയ്ത പെട്രോൾ വെച്ചിട്ടാണ് ഞാൻ 65-70 എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ 60-70 എന്നും വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ചില സമയത്ത് നല്ല ട്രാഫിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ട്രാഫിക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലോവർ ഗിയറിലായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് മൈലേജ് കുറവ് സംഭവിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ഇതിൻ്റെ സ്പെക്കൊന്നുമല്ല. കാരണം സ്പെക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ എല്ലാവരും ചെയ്ത വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. മെയിനായിട്ട് നമുക്കിത് ഓടിക്കുമ്പം ഉള്ള ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ഓടിക്കുമ്പോൾ ഉള്ളൊരു കംഫർട്ടുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സിറ്റി ട്രാഫിക്കിൽ ഞാൻ ഈ വണ്ടി ഓടിച്ചു. കൊച്ചി കൂടെ തന്നെ ഞാൻ ഓടിച്ചു. അപ്പോൾ ആ സമയത്ത് ഒരു 1 hour ഓടിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ എല്ലാവരും പോലെ സിറ്റിയിൽ നിന്ന് ട്രാഫിക്കിൽ നിന്ന് പോകുമ്പോൾ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകളല്ലാതെ ഒരു റൈഡ് അതായത് നമ്മൾ ഓടിക്കുമ്പോൾ ഒരു ഡിസ്കംഫോർട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. നല്ല ഒരു മോണോ ഷോക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല എന്താ പറയുക, നമ്മുടെ റോഡുകളിൽ നല്ല പെർഫോമൻസ് അത് തരുന്നുണ്ട്. പിന്നെ ഈ ഒരു 2 മോഡ് അതും നല്ലതാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഒരു അണ്ടർ പവേർഡായിട്ട് നമ്മൾ ഒരു വണ്ടിയെ ഒന്ന് ഓവർടേക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പവർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റാതെ പോകരുത്. അപ്പം തന്നെ നമുക്ക് സ്വിച്ച് ചെയ്ത് പവർ മോഡിലേക്ക് വന്ന് നമുക്ക് ആ ഓവർടേക്ക് ചെയ്യാം. ലാഗ് വരാൻ പാടില്ലല്ലോ. നമ്മളെല്ലാവരും ഒരു കാൽക്കുലേഷനിലായിരിക്കും വണ്ടി ഓടിക്കുന്നത്. ആ കാൽക്കുലേഷൻ തെറ്റാതെ തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ആവറേജ് മൈലേജ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണിക്കുന്ന ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ നോക്കണ്ട. കാരണം ഇപ്പോൾ എക്കോ മോഡിൽ ഞാൻ ഇട്ട സമയത്ത് 40 കാണിച്ചത്, ഇപ്പോൾ 45 കാണിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് വേറൊരു മൈലേജാണ് കാണിച്ചത്. അപ്പോൾ അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ശരിക്കും മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ടാങ്ക് ടു ടാങ്ക് മൈലേജ് തന്നെ ആയിരിക്കും നമുക്ക് പക്ക മൈലേജ് അറിയാൻ പറ്റുക. സ്ലോ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് നല്ല സ്റ്റേബിളാണ് വണ്ടി. ശരിക്കും നിമ്പിളാണ്. നമുക്ക് ഒരു ട്രാഫിക്കിൽ എത്തുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട്. നല്ല കംഫർട്ടാണ്. നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്നൊരു മോട്ടോർ സൈക്കിളാണ് TVS റൈഡർ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്ന ഇതുപോലെ നമ്മൾ ഒരു റിയൽ വേൾഡിൽ നമുക്ക് ഓടിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ പൊതുവേ ഷെയർ ചെയ്യുന്നത്. 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ് TVS റൈഡറിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. ശരിക്കും 60 കിലോമീറ്റർ മൈലേജ് ഉള്ള ഈ വണ്ടിക്ക് അത് മതിയാവും. അത് മോർ ദാൻ ഇനഫാണ്. ഈ ഒരു മോട്ടോർ സൈക്കിൾ ഞാൻ പില്യൺ വെച്ച് ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ പില്യൺ ഇരിക്കുമ്പോഴും കംഫർട്ട് കുറവൊന്നുമില്ല. സിറ്റിയിൽ യാത്ര ചെയ്യുമ്പം കംഫർട്ടുണ്ട്. ലോങ് യാത്രകൾക്ക് എന്തായാലും പില്യണ് കംഫർട്ട് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ലോങ് ഞാൻ പോയി നോക്കിയില്ല, സിറ്റിയിലാണ് ഓടിച്ചത്. അപ്പോൾ എനിക്ക് പില്യൺ വെച്ച് ഓടിക്കുമ്പോഴും പില്യനോട് ഞാൻ ചോദിച്ചപ്പോഴും കംഫർട്ട് കുറവൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ചോദ്യമുണ്ട്, ഇത് ആർക്കാണ് ഈ വണ്ടി സ്യൂട്ടബിൾ എന്ന്. എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇത് സ്യൂട്ടബിളാണ്. കാരണം ഇതിൻ്റെ ഫീച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിനുള്ള ഫീച്ചേഴ്സ് ഇതിനുണ്ട്. പിന്നെ മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ വളരെ ഒക്കേഷണലി ലോങ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെയല്ല,
ഒരു 100-150 കിലോമീറ്ററൊക്കെ പോകുന്നവർക്ക് സിറ്റിയിൽ നല്ല മൈലേജും നല്ല ലുക്കും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ, അതുപോലെ തന്നെ പവറിൻ്റെ കാര്യത്തിൽ പവർഫുൾ ആയിട്ടൊരു മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടി വി എസ് റൈഡർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ്. റൈഡറിൻ്റെ ഈ ഒരു റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് ഗിയർ അപ്പ് വിത്ത് യു സൈനിങ് ഓഫ്. ബൈ.